പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് +1 അഡ്മിഷനായിട്ട് HS CAP ഏകജാലകം വഴി എങ്ങനെയാണ് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് സ്വന്തമായി തന്നെ അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. ഇതിനായിട്ട് നിങ്ങൾ ആദ്യം തന്നെ മൊബൈലിലോ അല്ലെങ്കിൽ ലാപ്ടോപ്പിലോ കമ്പ്യൂട്ടറിലോ ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഗൂഗിൾ ബാറിൽ വന്നുകൊണ്ട് HS CAP എന്ന് സെർച്ച് ചെയ്യുക. HS CAP എന്ന് സെർച്ച് ചെയ്ത് വരുമ്പോൾ HS CAP ഗേറ്റ് എന്ന് പറയുന്ന ഒരു ലിങ്ക് കാണാൻ സാധിക്കുന്നതാണ്. അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇങ്ങനത്തെ ഒരു ലിങ്കിലോട്ടാണ് വരുന്നത്. ഹയർ സെക്കൻഡറി പ്രവേശനത്തിനുള്ള ഏകജാലക സംവിധാനമാണ് HS CAP. ഇവിടെയായി ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് ക്രിയേറ്റ് കാൻഡിഡേറ്റ് ലോഗിൻ എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഒരു കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്യണം. രജിസ്ട്രേഷൻ നമ്മൾ നടത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിനായിട്ട് ക്രിയേറ്റ് കാൻഡിഡേറ്റ് ലോഗിൻ എന്ന് പറയുന്ന ഭാഗത്തായിട്ടാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ HS CAPന്റെ ഈ വിൻഡോയിലോട്ട് വന്നതിന് ശേഷം ആദ്യം തന്നെ ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്യാനാണ് പറയുന്നത്. നിങ്ങളുടെ ഡിസ്ട്രിക്ട് ആണ് ആദ്യം തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. സബ്മിറ്റ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോവുക. അതിനുശേഷം കാൻഡിഡേറ്റ് രജിസ്ട്രേഷൻ ആണ്. ഇവിടെയായിട്ട് SSLC സ്കീം, രജിസ്ട്രേഷൻ നമ്പർ, മന്ത് ഓഫ് പാസ്, ഇയർ ഓഫ് പാസ്, ഡേറ്റ് ഓഫ് ബർത്ത്, മൊബൈൽ നമ്പർ, കൺഫേം മൊബൈൽ നമ്പർ, മോഡ് ഓഫ് ആപ്ലിക്കേഷൻ സബ്മിഷൻ, ടൈപ്പ് ദ കോഡ് ഷോ ഇൻ ദ ബോക്സ്, ഒരു ക്യാപ്ച കോഡ് കൂടി എൻ്റർ ചെയ്യാനാണ് ചോദിക്കുന്നത്. ഇവിടെ SSLC സ്കീം എന്നുള്ളത് നമുക്ക് SSLC ഉണ്ട്, THSLC ഉണ്ട്, CBSE ഉണ്ട്, ICSE ഉണ്ട്, SSLC IED ഉണ്ട്, അതേഴ്സ് ഉണ്ട്, THSLC ഉണ്ട്. അങ്ങനെ ധാരാളം സ്കീമുകൾ ഉണ്ട്. അപ്പൊ നിങ്ങൾ 10ാം ക്ലാസ് പാസ്സായത് ഏത് സ്കീമിലാണ് എന്നുള്ളതാണ് അവിടെ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. SSLC ആണെന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക, CBSE ആണെന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക, ICSE ആണെന്നുണ്ടെങ്കിൽ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിലുള്ള അനുയോജ്യമായിട്ടുള്ള ഏത് സ്കീമാണ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ശേഷം നിങ്ങളുടെ 10ാം ക്ലാസ്സിലെ SSLCയുടെ രജിസ്ട്രേഷൻ നമ്പറും അതേപോലെ തന്നെ പാസ്സായിരിക്കുന്ന മാസവും വർഷവും, ഡേറ്റ് ഓഫ് ബർത്തും, മൊബൈൽ നമ്പറും, കൺഫേം മൊബൈൽ നമ്പറും, ആപ്ലിക്കേഷൻ സബ്മിഷൻ മോഡൊക്കെയാണ് സെലക്ട് ചെയ്യാൻ പറഞ്ഞുള്ളത്. ഇവിടെ ചോദിച്ചിരിക്കുന്ന ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഫില്ലപ്പ് ചെയ്യാം. ഇവിടെ ചോദിച്ചിരിക്കുന്ന ഡീറ്റെയിൽസുകളെല്ലാം കൊടുക്കുക. അതിനുശേഷം ക്യാപ്ച കോഡ് കൂടി എൻ്റർ ചെയ്ത ശേഷം സബ്മിറ്റ് എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇന്റർഫേസ് വരുന്നതാണ്. കാൻഡിഡേറ്റ് രജിസ്ട്രേഷന്റെ OTP വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാനുള്ള ഇന്റർഫേസ് ആണ്. ഇവിടെ കാണുന്ന സെൻഡ് OTP എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പറിലോട്ട് OTP വരുന്നതാണ്. ആ OTP ആണ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നിങ്ങളുടെ മൊബൈലിലോട്ട് വന്നിരിക്കുന്ന OTP എൻ്റർ ചെയ്ത ശേഷം സബ്മിറ്റ് OTP എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു പാസ്വേഡ് ഇവിടെ ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. അതിനുശേഷം കൺഫേം പാസ്വേഡ് എന്ന് പറയുന്ന ഭാഗത്ത് അതേ പാസ്വേഡ് തന്നെ റിപ്പീറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്ന പാസ്വേഡ് നിങ്ങൾ കറക്റ്റ് ആയിട്ട് കൊടുക്കുക. ആ പാസ്വേഡ് നിങ്ങൾ മറന്നു പോകരുത്. പിന്നീട് ലോഗിൻ ചെയ്യുന്ന സമയത്ത് അത് ആവശ്യം വേണ്ടി വരും. അപ്പോൾ അതിനുശേഷം അപ്ഡേറ്റ് എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് പാസ്വേഡും അതേപോലെ തന്നെ യൂസർ നെയിമും ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മളുടെ ആപ്ലിക്കേഷൻ നമ്പർ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ ആപ്ലിക്കേഷൻ നമ്പറാണ് നമ്മുടെ യൂസർ നെയിമായിട്ട് വരുന്നത്. അത് നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക. അതിനുശേഷം കാൻഡിഡേറ്റ് ലോഗിൻ എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന യൂസർ നെയിമും പാസ്വേഡും ഇവിടെ എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം ഡിസ്ട്രിക്ട് കൂടി സെലക്ട് ചെയ്യുക. ഡിസ്ട്രിക്ട് കൂടി സെലക്ട് ചെയ്തതിന് ശേഷം ലോഗിൻ എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്തതായിട്ട് അലോട്ട്മെന്റ് വെക്കാനുള്ള ഓപ്ഷനുകളിലോട്ട് ചെല്ലുന്നതാണ്. അപ്പോൾ നമ്മളുടെ ഡീറ്റെയിൽസുകൾ ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ആപ്ലിക്കേഷൻ നമ്പർ കാണാം, അതേപോലെ തന്നെ നെയിം കാണാനായിട്ട് സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ SSLC സ്കീം കാണാൻ സാധിക്കുന്നതാണ്. ഏത് വർഷമാണ് എഴുതിയിരിക്കുന്നതെന്നും കാണാം. അതേപോലെ തന്നെ ഫെയിലിയർ ലോഗിൻ അറ്റംപ്റ്റ്സ് എന്നുള്ളത് അതും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. രജിസ്ട്രേഷൻ നമ്പറും നമുക്ക് ഇവിടെ തന്നെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് അപ്ലൈ ഓൺലൈൻ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. ലിങ്ക്സിന് താഴെയായിട്ട് അവിടെയായിട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പോപ്പപ്പ് വിൻഡോ വരും. ഇവിടെ പറയുന്നത് നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് എന്തെങ്കിലും എഡിറ്റ് കാര്യങ്ങളൊക്കെ വരുത്താനുണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം കൊടുത്തതിന് ശേഷം ലാസ്റ്റ് കൺഫർമേഷൻ കൊടുത്താൽ മതി എന്നുള്ളതാണ്. അത് ഓക്കെ കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇവിടെ വരുന്ന സമയത്ത് ആദ്യം തന്നെ നമുക്ക് ആപ്ലിക്കേഷൻ നമ്പർ കാണാൻ സാധിക്കും. അതിനുശേഷം നമ്മൾ ഏത് സ്കൂളിൽ നിന്നാണ് SSLC പാസ് ആയിരിക്കുന്നത് എന്നുള്ളതാണ് അവിടെ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. നിങ്ങൾ കൊടുത്തിരിക്കുന്ന ജില്ലക്കനുസരിച്ച് ജില്ലയിലുള്ള എല്ലാ സ്കൂളുകളുടെയും ലിസ്റ്റ് വരുന്നതാണ്. അതിൽ നിന്ന് നിങ്ങൾ ഏത് സ്കൂളിലാണ് പഠിച്ചത് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അടുത്തതായിട്ട് വരുന്നത് ക്വാളിഫയിങ് എക്സാമിനേഷൻ ഡീറ്റെയിൽസ് ആണ്. ഇവിടെ കുറെ ഡീറ്റെയിൽസുകൾ ഓട്ടോമാറ്റിക്കലി വന്നിട്ടുണ്ടാകും. അത് കേരള SSLC എഴുതിയവർക്കാണ് ആ രജിസ്ട്രേഷൻ നമ്പർ എൻ്റർ ചെയ്ത് നമ്മൾ ഇത് കയറി വരുന്ന സമയത്ത് കുറെ കാര്യങ്ങൾ തന്നെ ഓട്ടോമാറ്റിക്കലി വരുന്നത്. ബാക്കിയുള്ളവരൊക്കെ CBSE ICSE കാരൊക്കെ ഇതെല്ലാം മുഴുവനായിട്ട് ഫില്ല് ചെയ്യേണ്ടി വരും.
ക്വാളിഫിക്കേഷൻ, എക്സാമിനേഷൻ, രജിസ്ട്രേഷൻ നമ്പർ, മന്ത് ഓഫ് പാസ്, ഇയർ ഓഫ് പാസ്, പാസ്ഡ് ഇൻ ബോർഡ് എക്സാം, ചാൻസ് നമ്പർ എന്നിവയാണ്. ക്വാളിഫിക്കേഷൻ, ക്വാളിഫയിങ് എക്സാമിനേഷൻ ഡീറ്റെയിൽസിന്റെ അപ്പുറത്തായിട്ട് ഗ്രേസ് മാർക്ക് ഡീറ്റെയിൽസ് കാണാൻ സാധിക്കുന്നതാണ്. ഗ്രേസ് മാർക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി ഇവിടെ വന്നിട്ടുണ്ടാകും. SSLC-കാരുടെയാണ് ഞാൻ പറയുന്നത്. അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അത് കൊടുക്കേണ്ടി വരും. ബോണസ് പോയിന്റ് ഡീറ്റെയിൽസ് അടുത്ത് ചോദിക്കുന്നുണ്ട്. NCC സ്കൗട്ടിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കൊടുക്കുക. സ്റ്റുഡൻസ് പോലീസ് കേഡറ്റിലുണ്ട് എന്നുണ്ടെങ്കിൽ അത് കൊടുക്കാം. ലിറ്റിൽ കട്സ് മെമ്പർ ആയിരുന്നെങ്കിൽ വിത്ത് A ഗ്രേഡ് ആണ് എന്നുണ്ടെങ്കിൽ ആ ചെക്ക് ബോക്സിലൊക്കെ ക്ലിക്ക് ചെയ്ത് കൊടുത്ത് നിങ്ങളുടെ ബോണസ് പോയിന്റ് കൂടി ഇതിന്റെ ഒപ്പം തന്നെ ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഡിപ്പെൻഡന്റ് ഓഫ് ജവാൻ ഇൻ സർവീസസ് ഓർ എക്സ് സർവീസസ്, ഡിപ്പെൻഡന്റ് ഓഫ് ജവാൻ കില്ലഡ് എന്നിങ്ങനെ ഓപ്ഷനുകളാണുള്ളത്. ഇതിൽ നിന്ന് നിങ്ങളുടെ ഏതെങ്കിലും ഓപ്ഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്യുന്നതിനനുസരിച്ച് അതിന്റെ സർട്ടിഫിക്കറ്റും അതിന്റെ പ്രൂഫും കാര്യങ്ങളൊക്കെ ഇതിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് കൊടുക്കേണ്ടി വരും. അല്ലെങ്കിൽ പ്രൂഫിന്റെ നമ്പർ എങ്കിലും നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. പിന്നെ നിങ്ങൾ അഡ്മിഷന്റെ സമയത്ത് ചെല്ലുമ്പോൾ ഇതിന്റെ പ്രൂഫ് ആയിട്ട് ചെല്ലേണ്ടിയും വരും. നിങ്ങളുടെ ഡോക്യുമെന്റ് നമ്പർ ഇവിടെ ആവശ്യപ്പെടുന്നതായിരിക്കും നിങ്ങൾ ഇത് സെലക്ട് ചെയ്യുന്നതിനനുസരിച്ച്. ഇപ്പൊ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യാനുള്ള സമയം വരുമ്പോൾ പിന്നീടായാലും കൊടുക്കാനൊക്കെ സാധിക്കുന്നതാണ്. പിന്നെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ് വരുന്നത്. അത് SSLC-കാർക്ക് ഓട്ടോമാറ്റിക്കലി ഫില്ലായിട്ട് വന്നിട്ടുണ്ടാകും. നെയിം, ജെൻഡർ, കാസ്റ്റ്, കാറ്റഗറി, റിലീജിയൻ, ഡേറ്റ് ഓഫ് ബർത്ത്, ഫാദേഴ്സ് നെയിം, മദേഴ്സ് നെയിം, ഗാർഡിയൻ നെയിം, ആധാർ നമ്പർ എന്നിവയാണ് ഇവിടെയായിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസിൽ എന്തെങ്കിലും തെറ്റുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് മാറ്റാൻ സാധിക്കുന്നതാണ്. അതിനുശേഷം ആധാർ നമ്പർ ഓർ എൻറോൾമെന്റ് നമ്പർ എന്നുള്ള ഭാഗത്ത് നിന്ന് നിങ്ങൾ ആധാർ കാർഡ് നമ്പർ ആണോ അല്ലെങ്കിൽ ആധാർ കാർഡിന് അപ്ലൈ ചെയ്തിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ എൻറോൾമെന്റ് നമ്പർ കൊടുക്കാം. അതില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എന്ന് പറഞ്ഞ ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം. നമ്മൾ ഇവിടെ സെലക്ട് ചെയ്തിരിക്കുന്നതിനനുസരിച്ച് ആധാർ നമ്പർ എൻറോൾമെന്റ് നമ്പർ ആണ് എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ എൻ്റർ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഞാൻ ആധാർ കാർഡ് സെലക്ട് ചെയ്തുകൊണ്ട് ആധാർ നമ്പർ അടിഭാഗത്തായിട്ട് എൻ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അടുത്തതായിട്ട് വരുന്നത് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ആണ്. സ്പോർട്സ്, യൂത്ത് ഫെസ്റ്റിവൽ, NPSL എന്നിവയൊക്കെയാണ് നമ്മളിവിടെ മെയിനായിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾ അതിൽ പങ്കെടുത്തിരിക്കുന്നതും സ്റ്റേറ്റ് ലെവലിലാണ് എന്നുണ്ടെങ്കിൽ എത്രത്തിനാണ് പങ്കെടുത്തിരിക്കുന്നത്, ഏത് ഗ്രേഡാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനനുസരിച്ച് നിങ്ങൾക്ക് കൂടുതലായിട്ട് അഡ്മിഷന്റെ ചാൻസ് നിങ്ങൾക്ക് കൂടുതലായിട്ട് നല്ല സ്കൂളുകൾ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അതർ ഡീറ്റെയിൽസ് എന്ന് പറയുന്ന ഭാഗത്ത് ആദ്യം തന്നെ കാണിക്കുന്നത് മൈനോറിറ്റി ലാംഗ്വേജ് നിങ്ങൾ സംസാരിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അത് തമിഴ്, കന്നഡ സംസാരിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഇതാണ്. അത് ഉണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം ചെക്ക് ബോക്സിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് ലാംഗ്വേജ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെലക്ട് ചെയ്യാൻ സാധിക്കുന്നത്. പിന്നെ അടിഭാഗത്ത് വരുന്നത് ഡിഫറൻഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്കാണ്, അംഗവൈകല്യമുള്ള കുട്ടികൾക്കാണ്. അത് നിങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ചെക്ക് ബോക്സിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം ഏത് ടൈപ്പ് ആണ് എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ പെർസെൻറ്റേജ് ഓഫ് ഡിസബിലിറ്റി അത് എത്രയാണ് എന്നുള്ളത് കൂടി നിങ്ങൾ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം. അതിന്റെ പ്രൂഫ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടി വരുന്നതായിരിക്കും. അഡ്മിഷൻ സമയത്ത് ആയിട്ട് റെസിഡൻസ് ഡീറ്റെയിൽസ് ആണ് ചോദിക്കുന്നത്. അതിൽ നിന്ന് സെലക്ട് സ്റ്റേറ്റ് ആണ്, സ്റ്റേറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക, ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക, റെസിഡൻഷ്യൽ താലൂക്ക് ഏതാണ് എന്നുള്ളത് നിങ്ങളുടെ സെലക്ട് ചെയ്ത് കൊടുക്കുക, റെസിഡൻഷ്യൽ ലോക്കൽ ബോഡി ഏതാണ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക, കോർപ്പറേഷൻ ആണെന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യണം, മുനിസിപ്പാലിറ്റി ആണെന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യണം, പഞ്ചായത്ത് ആണെന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കണം. അത് ഏത് പഞ്ചായത്താണ്, ഏത് മുനിസിപ്പാലിറ്റി ആണ്, ഏത് കോർപ്പറേഷൻ ആണ് എന്നുള്ളത് കറക്റ്റായിട്ട് തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ അടുത്തത് വരുന്നതാണ് കോൺടാക്ട് ഡീറ്റെയിൽസ്, പെർമനന്റ് അഡ്രസ്സ്, പിൻകോഡ്, കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് എന്നിവയാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്ന പെർമനന്റ് അഡ്രസ്സും പിൻകോഡും എൻ്റർ ചെയ്ത് കൊടുക്കുക. പെർമനന്റ് അഡ്രസ്സ് ഓട്ടോമാറ്റിക്കലി വന്നിട്ടുണ്ടായിരുന്നു. പിൻകോഡ് എൻ്റർ ചെയ്തു. അതിനുശേഷം കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് എന്ന് പറയുന്ന ഭാഗത്തായിട്ട് പെർമനന്റ് അഡ്രസ്സ് തന്നെയാണ് കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് എന്നുണ്ടെങ്കിൽ ചെക്ക് ബോക്സിൽ ക്ലിക്ക് ചെയ്താൽ മതി. സെയിം ആസ് പെർമനന്റ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം. പിന്നെ ഇവിടെ ചോദിച്ചിരിക്കുന്നതാണ് മൊബൈൽ നമ്പർ ഉണ്ട്, ഇമെയിൽ ID ചോദിക്കുന്നുണ്ട്. ആ ഇമെയിൽ ID കൂടി ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. പിന്നെ അടുത്തതാണ് കോ കരിക്കുലർ ആക്ടിവിറ്റീസിൽ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത്. NTSC ക്വാളിഫൈഡ്, NMMSC ക്വാളിഫൈഡ്, USSC ക്വാളിഫൈഡ്, LSSC ക്വാളിഫൈഡ് ആണോ എന്നുള്ളത് ചോദിക്കുന്നുണ്ട്. സ്റ്റേറ്റ് സയൻസ് ഫെയറിൽ, സ്റ്റേറ്റ് സോഷ്യൽ സയൻസ് ഫെയർ, സ്റ്റേറ്റ് മാത്സ് ഫെയർ, സ്റ്റേറ്റ് IT ഫെയർ, സ്റ്റേറ്റ് വർക്ക് എക്സ്പീരിയൻസ് ഫെയർ എന്നിവയിലൊക്കെ പങ്കെടുത്തവരാണ് എന്നുണ്ടെങ്കിൽ ഗ്രേഡ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ നിങ്ങൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ക്ലബ്ബിൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് ചോദിക്കുന്നുണ്ട്. ഇവിടെ കൊടുത്തിരിക്കുന്ന ക്ലബ്ബിൽ ഏതെങ്കിലും ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിന് നേരെ കാണുന്ന ചെക്ക് ബോക്സിൽ ക്ലിക്ക് ചെയ്യാം. ഇനി ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ സർട്ടിഫിക്കറ്റുകളും പ്രൂഫുകളും ഹാജരാക്കേണ്ടി വരും. അപ്പോൾ ഉള്ളത് മാത്രം നിങ്ങൾ ഇവിടെ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അടുത്തൊരു ഓപ്ഷനാണ് പാർട്ടിസിപ്പേഷൻ ഇൻ സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് ബട്ട് നോട്ട് അവാർഡഡ് രാഷ്ട്രപതി പുരസ്കാർ ഓർ രാജ പുരസ്കാർ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ സ്കൗട്ട് ആൻഡ് ഗൈഡിൽ പങ്കെടുത്തതിന് ശേഷം ഈ അവാർഡുകൾ ലഭിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കുന്നതാണ്.
ഇത്ര ഡീറ്റെയിൽസ് കൊടുത്തതിന് ശേഷം സബ്മിറ്റ് ഡീറ്റെയിൽസ് എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇന്റർഫേസ് വരുന്നതാണ്. പോപ്പ് വിൻഡോ ഓക്കെ കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു ഇന്റർഫേസ് വരുന്നതാണ്. കാൻഡിഡേറ്റ് ഡീറ്റെയിൽസ് സേവ്ഡ് സക്സസ്ഫുള്ളി എന്ന് എഴുതി കാണിച്ചിട്ടുണ്ട്. പിന്നീട് വരുന്ന ഇന്റർഫേസിൽ നിങ്ങൾക്ക് നിങ്ങളുടെ എക്സാമിന് ലഭിച്ചിരിക്കുന്ന ഗ്രേഡുകളും സബ്ജക്റ്റിന്റെ ഡീറ്റെയിൽസും ആണ് വരുന്നത്. അത് ഓക്കെ അല്ലേ എന്നുള്ളത് കൺഫേം ചെയ്ത് കൊടുക്കുക. കേരള SSLC-കാർക്ക് ഇത് ഓട്ടോമാറ്റിക്കലി വന്നിട്ടുണ്ടാവും. ICSE CBSE ഒക്കെ പഠിക്കുന്നവർ ഇത് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടി വരും. അതിനുശേഷം സബ്മിറ്റ് എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. സബ്മിറ്റ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് അടുത്ത പേജാണ് വരുന്നത്. അടുത്തതായിട്ട് നമ്മൾ ഫില്ലപ്പ് ചെയ്യേണ്ട ഭാഗമായിരിക്കും വരുന്നത്. നമുക്ക് അലോട്ട്മെന്റ് വെക്കേണ്ട സ്കൂളിന്റെ ഡീറ്റെയിൽസും കോഴ്സിന്റെ ഡീറ്റെയിൽസും ആണ് ഇവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് സ്കൂൾ കോഡാണ്. അപ്പോൾ നിങ്ങൾക്ക് സ്കൂൾ കോഡുകൾ അനുസരിച്ചിട്ടായിരിക്കും ഇത് സെലക്ട് ചെയ്ത് കൊടുക്കുന്നത്. ഓരോ സ്കൂളിനും കോഡ് ഉണ്ടാവും. അത് കാണാനായിട്ട് നീഡ് ഹെൽപ്പ് ക്ലിക്ക് ഹർ ടു വ്യൂ സ്കൂൾ ലിസ്റ്റ് എന്ന് പറഞ്ഞ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ സ്കൂളിന്റെയും കോഡ് കാണാൻ സാധിക്കുന്നതാണ്. ഈ സ്കൂളിന്റെ നെയിമിന് നേരെയായിട്ടുള്ള സ്കൂൾ കോഡ് എന്ന് പറയുന്ന ഭാഗമാണ് സ്കൂൾ കോഡായിട്ട് വരുന്നത്. അതേപോലെ തന്നെ കോഴ്സുകൾക്കും കോഡുകളാണ് ഉണ്ടാവുക. അപ്പൊ കോഴ്സിനും ഓരോ കോഴ്സിന്റെ ഒരു ലിസ്റ്റ് ഉണ്ട്. ആ ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോഴ്സിന്റെ പേരും ആ കോഴ്സിന്റെ കോഡും അറിയാൻ സാധിക്കുന്നതാണ്. ആ കോഴ്സിന്റെ ഡീറ്റെയിൽസ് ഞാൻ അടിഭാഗത്ത് കൊടുത്തേക്കാം. ആ കോഴ്സിന്റെ കോഡ് നിങ്ങൾ നോക്കിയതിന് ശേഷം കറക്റ്റ് ആയിട്ട് തന്നെ സ്കൂളും കോഴ്സും സെലക്ട് ചെയ്ത് കൊടുക്കണം. അല്ലാതെ സ്കൂളിന്റെ നെയിമും കോഴ്സിന്റെ നെയിമും അല്ലായിരിക്കും ഇവിടെ സെലക്ട് ചെയ്യേണ്ടത്. എല്ലാം കോഡ് വെച്ചിട്ടായിരിക്കും സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഓരോ സ്കൂളിന് നേരെയായിട്ട് അവിടെ അവൈലബിൾ ആയിട്ടുള്ള കോഡുകൾ അഥവാ ഏതെല്ലാം കോഴ്സുകളാണ് ഉള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കുന്നതായിരിക്കും. പിന്നെ ആ സ്കൂൾ ടൈപ്പ് എന്ന് പറഞ്ഞ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ ഗവൺമെന്റ് ആണോ എയ്ഡഡ് ആണോ അൺഎയ്ഡഡ് ആണോ എന്നുള്ളതെല്ലാം തന്നെ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കുന്നതാണ്. പിന്നെ സ്കൂൾ ജെൻഡർ എന്നുള്ളത് നിങ്ങൾക്ക് കോ എഡ്യൂക്കേഷണൽ ആണോ ഗേൾസിന് മാത്രമുള്ളതാണോ എന്നുള്ളതൊക്കെ അറിയാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇവിടെ ആയിട്ട് സ്കൂൾ കോഡ് ഇങ്ങനെ എൻ്റർ ചെയ്ത് കൊടുക്കുമ്പോൾ ഏത് സ്കൂളാണ് എന്നുള്ളത് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ആ സ്കൂളിൽ അവൈലബിൾ ആയിട്ടുള്ള കോഴ്സുകൾ കാണാൻ സാധിക്കുന്നതാണ്. ഓരോ കോഴ്സ് കോഡ് ലെഫ്റ്റ് സൈഡിലായിട്ടായിരിക്കും കാണുന്നത്. അതിൽ ഏതെല്ലാമാണ് വിഷയങ്ങൾ വരുന്നത് എന്നുള്ളത് നമുക്ക് അതിൻ്റെ സൈഡിലായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് സെലക്ട് കോഴ്സ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഏത് കോഴ്സാണ് വേണ്ടത് എന്നുള്ളത് സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾ പ്രയോറിറ്റിക്ക് അനുസരിച്ച് മുകളിൽ ഏതെല്ലാം ഓപ്ഷനുകളാണ് വെക്കേണ്ടത് എന്നുള്ളത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതേപോലെ വെക്കുക. അതിനുശേഷം സേവ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ സെലക്ട് ചെയ്തിരിക്കുന്ന ആ കോഴ്സ് അവിടെ ആഡ് ആവുന്നതായിട്ട് നിങ്ങളുടെ പ്രൊഫൈലിൽ ആഡ് ആവും. ഇപ്പോൾ നിങ്ങളുടെ പ്രൊഫൈലിൽ ആഡ് ആയിരിക്കുന്ന ഓപ്ഷനുകളുടെ ഡീറ്റെയിൽസ് താഴെയായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. അത് എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കും. അടുത്തതായിട്ട് വീണ്ടും നിങ്ങൾക്ക് അടുത്ത കോഴ്സ് സെലക്ട് ചെയ്യാനായിട്ട് വീണ്ടും മുകൾ ഭാഗത്ത് തന്നെ വന്നതിന് ശേഷം സ്കൂൾ കോഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കോഴ്സ് സെലക്ട് ചെയ്യാനായിട്ട് സെലക്ട് കോഴ്സ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഏത് കോഴ്സാണോ നിങ്ങൾക്ക് സെലക്ട് ചെയ്യേണ്ടത് ആ കോഴ്സ് ജസ്റ്റ് സെലക്ട് ചെയ്തതിന് ശേഷം സേവ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ സേവ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ സേവ് ആയി കഴിയുമ്പോൾ താഴെയായിട്ട് ഓപ്ഷൻസ് എന്ന് പറയുന്ന ഭാഗത്തായിട്ട് അത് ആഡ് ആവുന്നതായിരിക്കും. ഇതേപോലെ നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുക. എത്ര കോഴ്സുകളാണോ ഏതെല്ലാം സ്കൂളുകളിലാണോ വെക്കേണ്ടത് അതെല്ലാം നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ വെക്കുക. അപ്പോൾ ഈ നമ്പറിനനുസരിച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ കോഴ്സുകളിൽ വച്ചിരിക്കുന്നതിൻ്റെ ഓപ്ഷൻസ് വരുന്നത്. ഒന്നാമത് വരുന്നത് ആദ്യം വച്ചിരിക്കുന്നതായിരിക്കും, രണ്ടാമത് വരുന്നത് രണ്ടാമത് വച്ചിരിക്കുന്നതായിരിക്കും. അങ്ങനെയായിരിക്കും നിങ്ങളുടെ കോഴ്സിൻ്റെയും സ്കൂൾ ഡീറ്റെയിൽസുകളും ഇവിടെ അപ്ഡേറ്റ് ആവുന്നത്. അപ്പോൾ നിങ്ങൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ആ ഓപ്ഷനുകൾ എവിടെയാണ് ആഡ് ഓപ്ഷൻ ചെയ്യേണ്ടത് എന്നുള്ളത് ഇവിടെ നിന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ കുറേയൊക്കെ എഡിറ്റ് ചെയ്തതിന് ശേഷമാണ് പിന്നീട് നിങ്ങൾ ഒരു സ്കൂൾ വെച്ച് അത് നിങ്ങൾക്ക് ഇത്രാമത്തെ ഓപ്ഷനിലോട്ട് മാറ്റണമെന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ആ ഓപ്ഷനിലോട്ട് മാറ്റി റീപ്ലേസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇപ്പോൾ ഞാനിവിടെ ലാസ്റ്റിലാണ് കൊണ്ടുവച്ചിരിക്കുന്നത്. അതിനുശേഷം സേവ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ സേവ് ചെയ്തിരിക്കുന്ന എല്ലാ ഡീറ്റെയിൽസുകളും നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നതാണ്. എല്ലാ സ്കൂളുകളുടെയും കോഴ്സിൻ്റെയും ഡീറ്റെയിൽസ് നമുക്ക് കാണാൻ സാധിക്കും. അതിൽ എഡിറ്റ് വരുത്തണമെന്നുണ്ടെങ്കിൽ എഡിറ്റ് ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം, ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്യാനും സാധിക്കുന്നതാണ്. എല്ലാം കറക്റ്റായി കൊടുത്തു കഴിഞ്ഞാൽ സബ്മിറ്റ് ഡീറ്റെയിൽസ് എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്യാം. അങ്ങനെ നിങ്ങൾക്ക് ഇത് അവസാനിപ്പിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കൊരു പ്രിവ്യൂ കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. നിങ്ങൾ ഇത്ര നേരം കൊടുത്തിരിക്കുന്ന എല്ലാ ഡീറ്റെയിൽസുകളും വെച്ചിട്ടുള്ള കാര്യങ്ങൾ വരുന്നതാണ് ഒരു പേജിലായിട്ട്. നിങ്ങൾ സെലക്ട് ചെയ്തിരിക്കുന്ന കോഴ്സിൻ്റെ ഡീറ്റെയിൽസും വരുന്നതാണ്. അത് നിങ്ങൾ കൺഫേം ചെയ്യുക. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന എല്ലാ ഡീറ്റെയിൽസും ഓക്കെ ആണ്, നിങ്ങളുടെ ഓപ്ഷൻ എല്ലാം കറക്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിക്ലറേഷൻ എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ചെക്ക് ബോക്സിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഫൈനൽ കൺഫർമേഷന് കൊടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. മുകളിലൊരു പോപ്പ് പിന്നെ വരും, ഓക്കെ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. നിങ്ങളുടെ ഫൈനൽ സബ്മിഷൻ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ഇവിടെ
ഫില്ല്ഡ് ഓൺലൈൻ ആപ്ലിക്കേഷൻ പ്രിന്റബിൾ ഫോർമാറ്റ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ അപ്ലൈ ചെയ്തിരിക്കുന്നതിൻ്റെ ഒരു ഫൈനൽ സബ്മിഷൻ ഫോം ഇങ്ങനെ ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് HSCAP വഴി സ്വന്തമായി തന്നെ +1 അഡ്മിഷന് വേണ്ടി അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ ഫോം സൂക്ഷിച്ചു വെക്കുക. പിന്നീട് അഡ്മിഷൻ്റെ സമയത്ത് ഇത് നിങ്ങൾ പ്രിന്റ് എടുത്തതിന് ശേഷം ഡിക്ലറേഷൻ ഭാഗത്ത് നെയിം ആൻഡ് സിഗ്നേച്ചർ ഓഫ് പാരന്റ് ഓർ ഗാർഡിയന് കൊടുക്കണം. അതുപോലെ തന്നെ പ്ലേസും കൊടുത്ത് വേണം നിങ്ങൾക്ക് അഡ്മിഷൻ സമയത്ത് ചെല്ലാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ ഇത് സൂക്ഷിച്ചു വെക്കണം, ഇത് പ്രിന്റ് എടുത്ത് വെക്കുക. അപ്പോൾ ഈ രീതിയിലാണ് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് സ്വന്തമായി തന്നെ HSCAP വഴി SSLC കഴിഞ്ഞവർക്ക് +1 അഡ്മിഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഫ്രണ്ട്സിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. പുതിയ വീഡിയോകളൊക്കെ ഇതേപോലെ തന്നെ ഇടുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.